നമസ്കാരം. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവരുടെ 8ാമത് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 1-ന് കേന്ദ്ര ബഡ്ജറ്റ് അവതരണം നടക്കുകയാണ്. വലിയ പ്രതീക്ഷകളാണ് രാജ്യത്തിന് ഓരോ ബഡ്ജറ്റും അല്ലെങ്കിൽ ബഡ്ജറ്റിന് മുന്നേയും ഉണ്ടാവുക. അത്തരം പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ശ്രീ രഞ്ജിത്ത് കാർത്തികേയനാണ്. സർ, നമസ്കാരം. സർ, നമസ്കാരം. ബഡ്ജറ്റ് മുമ്പൊക്കെ ഈ ബഡ്ജറ്റ് ഏത് സാധനത്തിന്റെ വിലയാകും വർദ്ധിക്കുക, ഏതിൻ്റെ ആയിരിക്കും വില കുറയുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു വിലയിരുത്തപ്പെട്ടത് പ്രതീക്ഷകൾ. പിന്നീട് അത് ഇൻകം ടാക്സിന്റെ ഒരു ഇതിലേക്ക് മാറി. ഇപ്പോൾ അതും കടന്ന് ഒരു കാപ്പെക്സിലേക്കൊക്കെ ചർച്ചകൾ വന്നിരിക്കുന്നു. ഒരു മാറിയ സാഹചര്യത്തിൽ ഏറ്റവും ആധുനികമായ ഒരു കാഴ്ചപ്പാട് വെച്ച് ഈ ബഡ്ജറ്റ് അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന 1-2 ഇഷ്യൂസ് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? ബേസിക്കലി കുമാർ പറഞ്ഞതുപോലെ പണ്ട് നമ്മളെല്ലാം ഈ ബഡ്ജറ്റ് കഴിയുമ്പോൾ നേരെ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജ് നോക്കുന്ന, അപ്പം അതിനകത്ത് ചാർട്ട് ഉണ്ടാവും, ഗ്രാഫ് ഉണ്ടാവും, അതിനകത്ത് ഏതിന് കൂടി ഏതിന് കുറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മാറ്റങ്ങളുടെ ഒരിതാണ്. അത് സാധാരണക്കാരെ ബാധിക്കുന്ന ഏരിയസ് ആയിരുന്നു. അപ്പം അത് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയും. ഈ ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് അതെടുത്ത് മോസ്റ്റ്ലി GST മാറിയത് കൊണ്ട് GST കൗൺസിലാണ് ഇന്ന് ഈ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. അപ്പം ഇപ്പം നമുക്ക് നെയ്യപ്പത്തിന് വില കൂടും എന്നൊക്കെ പറഞ്ഞ് കാണുന്നത് ബഡ്ജറ്റിലല്ല, GST കൗൺസിലാണ്. അത് GST കൗൺസിൽ എന്ന് പറയുന്നത് എല്ലാ ഫെഡറൽ സ്റ്റേറ്റ്സിൻ്റെയും എല്ലാം ഒരു ഗ്രൂപ്പാണ്. അപ്പം കേന്ദ്രത്തിന് ഒരു 1/3 വോട്ടിംഗ് റൈറ്റും ബാക്കി എല്ലാവരും കൂടെ 2/3 വോട്ടിംഗ് റൈറ്റും ആയിട്ട് ഒരു കൂട്ടായ്മയോടെ തീർക്കുന്ന തീരുമാനമാണ്. അപ്പം അതുകൊണ്ടാണ് ആർക്കും വലിയ ക്രിറ്റിസിസംസ് ഇപ്പോൾ പറയാൻ പറ്റാത്തത്. മറ്റേത് ഞാൻ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ നയം ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വെറുതെ ആണെങ്കിലും ചെയ്യാം. ഇന്നിപ്പോൾ അത് പറയാനുള്ളൊരു നമ്മുടെ ആളുകൾ പറയുമെങ്കിലും ആ ഒരു ഇതില്ലാത്തത് ഒരു ജോയിന്റ് ഡിസിഷൻ മേക്കിങ്ങിലോട്ട് മാറി. പിന്നെ ഉള്ളത് ഡയറക്റ്റ് ടാക്സ് ആണ്. ഡയറക്റ്റ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ ഇൻകം ടാക്സിൽ ഇന്ന് നമ്മൾ മേജറായിട്ട് നോക്കുന്നത്, കഴിഞ്ഞ 10 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ മേജർ ചേഞ്ചസ് ഒന്നും ടാക്സ് റേറ്റ്സിൽ വന്നിട്ടില്ല. പ്രൊസീജിയേഴ്സിലും ഫേസ്ലെസ് അസസ്മെന്റ് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സാധാരണക്കാരന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഇൻകം ടാക്സ് എന്ന് പറഞ്ഞാൽ റേറ്റിലുള്ള കുറവ്, അല്ലെങ്കിൽ എക്സംഷൻ കൂട്ടുന്നത്, ചിലത് മാറ്റി നിർത്തുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാര്യമായ ഒരു ഇതില്ല. അതിന് റീസൺ ഉണ്ട്. കാരണം 2014 ഒരു 3.14 കോടി ആളുകളാണ് റിട്ടേൺ ഫയൽ ചെയ്തിരുന്നത്. അതിൽ എത്ര പേരാണ് ടാക്സ് കൊടുക്കുന്നത് എന്നുള്ളത് വേറെ, അതിൽ ഈ ഒരു കോടിക്ക് മുകളിലൊക്കെ ഇൻകം ഡിക്ലെയർ ചെയ്യുന്നത് എത്രയെന്നുള്ളത് വേറെ. ഇന്നത് കൂടി ഈ ഡിമോണിറ്റൈസേഷൻ്റെയും ഒക്കെ GSTയുടെ ഒക്കെ ഉള്ളൊരു ഗുണം കൊണ്ട് നമുക്ക് ഇതിൽ 7.5 കോടി രൂപ വരെ എത്തി നിൽപ്പുണ്ട്. അതും അബിസ്മലി ലോ ആണ്. ഏതാണ്ട് 5% ആളുകളെ ഉള്ളൂ നമുക്ക് ഇന്ന് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ആളുകൾ. അപ്പൊ ഈ 5% ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണോ നമ്മൾ ഈ പറയുന്ന ഒരു ഹെഡ്ലൈൻ ന്യൂസ് ആയിട്ട് വരേണ്ടത് എന്നുള്ളതിനെ പറ്റി എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകർക്കും എന്നെയും നിങ്ങളെയും ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് കൺസംഷൻ കൂടും. ഈ 7.5 കോടി ആളുകളുടെ ടാക്സ് റേറ്റിൽ വരുന്ന വ്യത്യാസം കൊണ്ട് കൺസംഷൻ കൂടും എന്നൊക്കെ പറയുന്നത് എനിക്കറിഞ്ഞൂടാ അത് ഒരു എത്രമാത്രം എക്കണോമിക്കലി കറക്റ്റ് ഒരു ഇൻസൈറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് എനിവേ, പക്ഷെ അത് ഒരു ജനറൽ ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. ഇൻകം ടാക്സ് കുറച്ചു. അപ്പം ഇൻകം ടാക്സ് കൊടുക്കാത്തവർക്കും അതൊരു ഫീൽ ഗുഡാണ്. പക്ഷേ ഈ കോർപ്പറേറ്റ് ടാക്സ് ഓൾറെഡി നമ്മൾ ഏതാണ്ട് വേൾഡിലെ ലോ ആയിട്ടുള്ളൊരു ഇതാണ്. ഈ 35% നിന്ന് 22% ബേസിക് റേറ്റ് കുറയ്ക്കുകയും പുതിയതായിട്ട് തുടങ്ങുന്ന കമ്പനിക്ക് 15% ആക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം ഇനി അത് ഒരു പഴയ ഇൻകം ടാക്സിന്റെ ആക്ട് സമഗ്രമായിട്ട് മാറി ഇൻകം ടാക്സ് കോഡ് ആകുന്നു എന്നുള്ളതാണ് ഇന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസും അല്ലാതെ ടാക്സ് പ്രാക്ടീഷണേഴ്സും ഈ ഡൊമൈനിൽ ഉള്ള പ്രൊഫഷണൽസ് ഒന്ന് ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അത് NRIസിനെയൊക്കെ ബാധിക്കുന്ന ചില മാറ്റങ്ങളുണ്ടാവും. പിന്നെ ആഗ്രഹങ്ങൾ പറഞ്ഞാൽ നമുക്ക് പറയാം, ഈ പറയുന്ന എക്സംഷൻ ലിമിറ്റ് കൂടണം, ഡിഡക്ഷൻസ് കൂടണം, ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൂടണം, ക്രിപ്റ്റോ കറൻസിയിൽ മാറ്റം വരണം, അതിൻ്റെ TDSൽ വരണം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒരു എന്നെ ചോദിച്ചാൽ ഇതൊരു വലിയൊരു ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെയുള്ളത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ഈ എത്ര മാത്രം നമ്മൾ ബഡ്ജറ്റിൽ എസ്റ്റിമേറ്റ് ചെയ്തു, അതിൽ എത്ര മാത്രം നമ്മൾ
ഫുൾഫിൽ ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ 1,11,111 കോടി രൂപ, ലക്ഷം കോടി രൂപ നമ്മൾ വകയിരുത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടി. അതിലെത്ര മാത്രം നമുക്ക് ചിലവാക്കാൻ പറ്റി? അതെ, ഇങ്ങനെയുള്ള ചില കാര്യം നവംബറിൽ തന്നെ എനിക്ക് തോന്നുന്നത് ഒരു 5 ലക്ഷം കോടി രൂപയ്ക്കകത്ത് ചിലവാക്കിയിട്ടുള്ളൊരു ക്രിറ്റിസിസം വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വകയിരുത്തിയെങ്കിലും അത് എത്ര മാത്രം ചിലവാക്കാൻ പറ്റി? അങ്ങനെയാണെങ്കിൽ അത് വെച്ച് അലൈൻ ചെയ്ത് അടുത്ത വർഷത്തേക്ക് നമ്മൾ കറക്റ്റീവ് സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ? 2, എനിക്ക് തോന്നുന്നു പാൻഡമിക് സമയത്തൊക്കെ ഏതാണ്ട് 9.16 GDP-യുടെ ഒരു നമ്മുടെ ഡെഫിസിറ്റ് ഉണ്ടായിരുന്നു. ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരുപാട് GDP-യുടെ 9.16%. അത് ഒരു 4.5% 26-27 എന്നുള്ളതാണ് നമ്മളൊരു പ്രതീക്ഷ വച്ചിരിക്കുന്നത്. അപ്പൊ അതിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കളക്ഷൻസിന്റെ ഈ നോൺ ഡെറ്റ് ആയിട്ടുള്ള നമ്മൾ കടമെടുക്കാതെ എത്രമാത്രം എത്താൻ പറ്റുന്നുണ്ട്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആണ് നമ്മൾ കൂടുതലും നോക്കേണ്ടത്. അപ്പൊ അതാണ് ആക്ച്വലി നമ്മുടെ വികസനത്തിന് വേണ്ടി നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഗതിശക്തി, ലോജിസ്റ്റിക്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്സ്, റെയിൽസ്, പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഉള്ള വകുപ്പ് എങ്ങനെ ചെയ്യാനൊക്കും എന്നുള്ളതിനെ പറ്റിയുള്ളതാണ് നമ്മുടെ ഒരു ആകാംക്ഷ. അഗ്രികൾച്ചറിന് വേണ്ടി എന്ത് ചെയ്യും? മൻരേഗ എന്ന് പറയുന്ന ഇതിനകത്ത് ഞാനൊരു വലിയ ഫാൻ അല്ലെങ്കിൽ പോലും ഇന്ന് ആളുകളെല്ലാം നോക്കുന്നത് നമ്മൾ തൊഴിലുറപ്പ്. അപ്പൊ തൊഴിലുറപ്പ് ഒരു ഹെലികോപ്റ്റർ മണിയായിട്ട് നമുക്ക് കാണാനൊക്കെ ഉള്ളൂ. അപ്പൊ അത് പക്ഷേ ഒരു പോപ്പുലിസ്റ്റ് സാധനം തന്നെയാണ്. ഒരു അസറ്റ് ക്രിയേഷൻ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമുള്ളൊരു അതാണ്. എത്രമാത്രം ഇഫക്റ്റീവായിട്ട് അതിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി എന്നുള്ളതും എനിക്ക് സംശയമുണ്ട്. എന്നാൽ പോലും ഈ മൻരേഗ എന്നൊക്കെ പറയുന്ന പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എത്രമാത്രം ശ്രദ്ധ ഈ ധനകാര്യമന്ത്രി നമ്മുടെ മോദി 3.0, മോദിയുടെ 3ാമത്തെ ആ ഒരു ഭരണകാലഘട്ടത്തിലെ ആദ്യത്തെ ഫുൾ ബഡ്ജറ്റ് എന്ന് പറയുന്ന ഇതിനെ നമ്മൾ നോക്കിക്കാണും. കഴിഞ്ഞ പ്രാവശ്യം ഫുൾ ബഡ്ജറ്റ് അല്ലായിരുന്നു. ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഫുൾ ബഡ്ജറ്റ് നിർമ്മലാ സീതാരാമൻജിയുടെ ഒരു 8ാമത്തെയോ മറ്റോ ബഡ്ജറ്റാണ്. അവരും റെക്കോർഡ് നമ്പർ ഓഫ് ടൈംസ് ചെയ്യുന്നു. ഇറ്റ് വിൽ ബി എ കണ്ടിന്യൂവേഷൻ. നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്ന് ഭയങ്കരമായ ഒരു വ്യതിയാനം ഒരു പക്ഷെ കാണില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ രാജ്യം ഒരു മത്സരത്തിലാണ്. ഒരു വേൾഡ് ഇക്കോണമിയിലെ ഒരു 3ാം സ്ഥാനത്തേക്ക് പോവുക എന്നൊരു മത്സരത്തിലാണ്. അപ്പോൾ അത്രയും ഒരു ഉൽപാദന വർധനവ് ഉണ്ടാക്കാൻ പര്യാപ്തമായ ബഡ്ജറ്റുകളല്ലേ ഇനി വേണ്ടത്? ആ രീതിയിൽ ഒരു പ്രത്യക്ഷമായ എന്തെങ്കിലും ഉണ്ടാകും? പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ചൈനയെ കമ്പയർ ചെയ്യും. നമ്മളും ചൈന ഏതാണ്ട് ഒരേപോലെ ഇരുന്ന് അവിടെ നിന്ന് ഒരു ഷൂട്ടപ്പ് ചെയ്ത് ഒരു റോക്കറ്റ് പോകുന്ന ആ സ്പീഡിൽ ചൈന പോയി. എന്നാൽ നമ്മൾ വളരെ സ്ലോ ആയിട്ടായിരുന്നു. അവർ ഏതാണ്ട് 13% എന്തോ GDP ഗ്രോത്ത് ഉണ്ടായിരുന്നു. നമ്മൾ ഈ പറയുന്ന വലിയ തോതിലുള്ള ആ ഗ്രോത്ത് റേറ്റ് നമുക്ക് ഉണ്ടാവണം എന്നൊക്കെ ഇത് പറയുന്നുണ്ട്. പക്ഷെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ അവിടെ ഈ പറയുന്ന ഒരുപാട് കൺട്രോൾസ് ഉണ്ടായിരുന്ന ഒരു ഗവൺമെന്റാണ്. അവരുടെ ധാർഷ്ട്യത്തിനും അവർ പറയുന്നതനുസരിച്ചും മുന്നോട്ട് പോകുന്ന ഒരു ജനത. നമ്മളിവിടെ ജനാധിപത്യമാണ്. ഇപ്പൊ ഇവിടെ നമുക്കറിയാം, ഇപ്പം വഖഫ് ബില്ല് വരുന്നു, അതിനെപ്പറ്റി ചർച്ച ചെയ്ത് ഫാം ബിൽസ് വന്നു. ഫാം ബിൽസിനെ പറ്റി എനിക്ക് തോന്നുന്നത് കാലാകാലങ്ങളായിട്ട് പാർലമെന്ററി കമ്മിറ്റീസ് റെക്കമെൻഡ് ചെയ്തത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ കണ്ടു ഈ രാജ്യവിരുദ്ധ ശക്തികളും മറ്റുമൊക്കെ വന്ന് ഇതിനെ ഇല്ലാതാക്കുന്ന ഒരു നിലപാട് വന്നു. അപ്പോൾ ഒരു ഭാരതത്തിനെ പോലൊരു നേഷന് ഇംപ്ലിമെന്റേഷന് ചില കൺസ്ട്രെയിൻസ് ഉണ്ടാവും. ഈ ചൈനയെ പോലെ ഇന്നത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇത് ചെയ്യാൻ ഒക്കുന്ന ഒരു രീതിയല്ല. നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് നമ്മുടെ ഡെമോക്രാറ്റിക് ഒരു ഹാബിറ്റ്സും അതല്ല. നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നതല്ല. അപ്പം ഗ്രോത്ത് ഡെഫിനറ്റ് ആയിട്ട് ഉണ്ടാവും. പക്ഷെ ആ ഗ്രോത്ത് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഗാലപ്പിംഗ് അല്ലെങ്കിൽ ഒരു റോക്കറ്റ് പോകുന്ന മാതിരിയൊക്കെ പോകുന്നു എന്ന് പറയുന്നത് നമുക്ക് അതൊരു ആസ്പിറേഷൻ എന്നുള്ള ലെവലിൽ വയ്ക്കാം. പക്ഷെ ഒരു ഇതായിട്ട് നോക്കുകയാണെങ്കിൽ സ്റ്റഡി ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു എക്കോണമി. അതിനകത്ത് ഏറ്റവും പ്രാധാന്യം ഉൾപ്പെടുന്നത് ഈ BJP എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി വിശ്വസിക്കുന്ന ആ ഒരു എക്കണോമിക് മോഡൽ എന്ന് പറയുന്നത് ഏകാത്മ മാനവ ദർശനം എന്നുള്ളതാണ്. അപ്പൊ ലാസ്റ്റ് മാൻ ഇൻ ദ ക്യൂ, ഏറ്റവും അവസാനം നിൽക്കുന്ന ആളിലും ഡെവലപ്മെന്റ് എത്തണം എന്നുള്ള ആ ഒരു ഇതിൽ. അപ്പം ഡെഫിനറ്റ്ലി ആ ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്.
ഒരു കറപ്ഷൻ ഫ്രീ ഗവൺമെന്റ് നമ്മൾ കാണുന്നുണ്ട്. ഒരു ഇനീഷ്യേറ്റീവ് ഇൻ ഡെവലപ്മെന്റ് ഡെഫിനറ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ ബാക്കിയുള്ള ബാഹ്യ ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ ബെറ്ററായി മാറിയിട്ടുണ്ട്. ഭാരതത്തിന് ഈ പറയുന്ന ചൈനയുടെ ഡെമോഗ്രാഫി ഏതാണ്ട് 40 അടുപ്പിച്ച് എത്തുമ്പോൾ ഭാരതത്തിൻ്റെ ഏതാണ്ട് 25-28 നിൽക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഒരു പ്രൊഡക്ഷനും മറ്റുമൊക്കെ ഭാരതത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എത്തി നിൽക്കുകയാണ്. കൂടാതെ ലോകരാജ്യങ്ങൾ പാൻഡമിക്കിന് ശേഷം China +1 എന്ന് പറയുന്ന ഒരു പോളിസിയിലേക്ക് മാറുകയാണ്. അപ്പോൾ ചൈന മാത്രം പോരാ, അതിന് നമ്മൾ ഒരാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ പോരാ. അപ്പോൾ ഈ +1 ആരാണ്? അപ്പം നാച്ചുറലി ഞാനീ പറയുന്ന പോലെ നാളെ നമുക്ക് ചൈനയെ ബീറ്റ് ചെയ്യാൻ ഒക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നത് ശരിയല്ല. അവർ കാലാകാലഘട്ടം 30 വർഷമായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു ഇൻഫ്രാസ്ട്രക്ചറും മറ്റൊക്കെ ബീറ്റ് ചെയ്യാൻ നമ്മളും സമയമെടുക്കും. പക്ഷെ നമുക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ള ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് പാത്തിൽ കൂടെ തന്നെയാണ് അതിന് ഫേവറബിൾ ആയിട്ടുള്ള പോളിസീസുമാണ് ഏറെക്കുറെ. ഒരു 100% എന്ന് പറയുന്ന ഒരു കാര്യം ഒരു എക്കോണമിയിൽ നടക്കില്ല. പക്ഷെ ഇതൊരു ഒരു A+ എന്നുള്ള നിലയിൽ ഒരു 80% അല്ലെങ്കിൽ ഒരു 75 to 80% ലെവലിൽ വളരെ കാര്യക്ഷമമായിട്ട് നടക്കുന്ന ഒരു പോളിസി മേക്കിങ്ങിലാണെങ്കിലും ഇംപ്ലിമെന്റേഷനിലാണെങ്കിലും വിജയിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് കഴിഞ്ഞ ഒരു ദശാബ്ദമായിട്ട് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ഭാഗ്യവശാൽ നമുക്കുണ്ടായി എന്ന് കാണുന്ന ഒരാളാണ് ഞാൻ. അതിനകത്ത് ഒരു ഗവൺമെന്റ് ചേഞ്ചോ പോളിസി ചേഞ്ചോ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ വരുമ്പം ഈ ഗ്രോത്ത് വിൽ കണ്ടിന്യൂ. കാരണം പോളിസിയിൽ ഡിസ്ട്രപ്ഷൻസ് ഇല്ല. ആ പറയുന്ന നമുക്ക് ഒരു വളരെ മെറ്റിക്കുലസ് ആയിട്ട് വെൽ ഓയിൽഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു മെഷീൻ അതേ സ്പീഡിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഗിയർ മാറി കുറെ കൂടെ ബെറ്റർ ആയിട്ട് പോകുന്ന രീതിയിലുള്ള ഒരു പോളിസി ഡോക്യുമെന്റ് ആയിരിക്കും ഇപ്രാവശ്യത്തെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ 2047 വികസിത രാഷ്ട്രമാവുക, വികസിത് ഭാരത് എന്ന സങ്കല്പം അത് തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റിലെ ഒരു കോർ ഇഷ്യൂ ആയിട്ട് വരിക. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂലധന നിക്ഷേപത്തിൽ വൻ പദ്ധതികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ ഈ സോഷ്യലിസ്റ്റ് വ്യവസ്ഥ എന്ന് പറയപ്പെടുന്ന ഒരു വളരെ സങ്കുചിതമായ ഒരു രീതിയിലാണ് ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ വിദേശത്ത് നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റാത്തത്. ഇന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് വിദേശ നിക്ഷേപം ഇന്ന് ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ആപ്പിൾ പോലുള്ള ഭീമന്മാർ അവരുടെ ഒരു പ്രൊഡക്ഷൻ ഇങ്ങോട്ട് മാറ്റുന്നു. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇലക്ട്രോണിക്സ് ഒരു എക്സ്പോർട്ടർ ഒരു രീതിയായിട്ടും സെമി കണ്ടക്ടേഴ്സിലൊക്കെ വലിയ തോതിലുള്ള ഇത് വരുന്നു. ഇതെല്ലാം അല്ലാതെ തന്നെ ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ ചെയ്ത് കിട്ടിയിട്ടുള്ള പണത്തെക്കാൾ കൂടുതലാണ്. അപ്പം പണ്ട് നമ്മൾ പറഞ്ഞു ഡേറ്റ ഇസ് ദ ന്യൂ ഓയിൽ എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് കറക്റ്റായി. അപ്പോൾ സൗദി അറേബ്യയുടെ എക്സ്പോർട്ട് ഏർണിങ്സിനേക്കാൾ കൂടുതലാണ് ഭാരതത്തിൽ നിന്ന് സോഫ്റ്റ്വെയർ എക്സ്പോർട്ടിൽ നിന്ന് IT സർവീസസിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം. അപ്പം നാച്ചുറലി നമുക്ക് നമ്മുടെ കേപ്പബിലിറ്റി സ്ട്രെങ്ത് ഒക്കെ ഉള്ളതെന്ന് പറയുന്ന ആ സോഫ്റ്റ് സ്കിൽസും അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകേണ്ട ഇന്റർവെൻഷൻ അത് മേജറായിട്ട് നമ്മളെ ബാധിക്കാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലാണ്. ഞാനിത് പറയുമ്പോൾ ഈ പറയുന്ന കോഡിങ് അങ്ങനെയുള്ള വളരെ ബാക്ക് ഓഫീസ് വർക്കുകളാണ് ഭാരതത്തിൽ നടന്നുകൊണ്ടിരുന്നത്. അതിനെ ഒരു പക്ഷേ ബാധിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഡിസ്റപ്ഷൻ ഇന്ന് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഡീപ് സീക്കും മറ്റുമൊക്കെ പറയുന്നു. ആ ഡീപ് സീക്ക് വന്നു, അതിന്റെ കേപ്പബിലിറ്റി അറിഞ്ഞ ഉടനെ തന്നെ ടെക്നോളജി ഭീമന്മാരുടെ ഷെയറിന്റെ പ്രൈസ് ഇടിഞ്ഞു. അമേരിക്ക പോലും ആശങ്കയിലാണ്. അപ്പൊ ആ ലെവലിലുള്ള ഇന്റർവെൻഷൻ വളരെ ശക്തമായിട്ട് നമ്മൾ, കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, ആ സെക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആ തോത് ഇത്രയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്കുള്ള ഇത് നമ്മൾ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തിരുന്നില്ല, അതിലേക്ക് ശ്രദ്ധ അധികം ഉണ്ടായിരുന്നില്ല. അപ്പം R&Dയിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നുകിൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവണം, അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള R&D ഫണ്ടിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പോളിസി ചേഞ്ചസ് ഉണ്ടാവണം.
എസ്പെഷ്യലി AI തന്നെയാണ്. അങ്ങനെയുള്ള ടെക്നോളജീസ് നമ്മൾ വളരെ ശക്തമായിട്ട് ഇടണം. പിന്നെ 2 ഹാർഡ്വെയർ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ സെമി കണ്ടക്ടർ. ഈ സെമി കണ്ടക്ടർ എന്ന് പറയുന്ന അത് വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ഒരു കമ്പോണൻ്റ് ആണ്. അതിലേക്ക് അപ്പൊ ഇതിനെല്ലാം ഈ പറയുന്ന പോലെ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്നും വളരെ ശക്തമായ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകും എന്ന് ആ നോയ്സസ് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അതിന്റെ ഇന്റർവെൻഷൻസ് ഈ പറയുന്ന വരുന്ന ബഡ്ജറ്റിൽ ഉണ്ടാവും. അതിന് ഇതൊന്നും നമുക്കൊരു ഒരു ഒരു പെട്ടെന്നെടുത്തിയാടി ഒരു പേജ് മറിക്കുന്നത് പോലെ ഒന്നും ചെയ്യാൻ ഒക്കുന്നതല്ല. അതിനൊരു പോളിസി ഫ്രെയിംവർക്ക് നമുക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ടുണ്ട്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ ഒക്കും. പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് ഇതിനകത്ത് ഉണ്ടാവണം. വിദേശത്ത് നിന്നുള്ള സഹകരണം, എസ്പെഷ്യലി അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ ഉള്ള ചേഞ്ച് ഇൻ ഗവൺമെന്റ്. ഒരുപക്ഷെ ഇന്ന് F-16 വരെ ഭാരതത്തിന് 5th ജനറേഷൻ F-16 നൽകാമെന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് വരുന്നു. അപ്പോൾ ഇതിന് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻസ് ആയിട്ട്. അപ്പം ആ ലെവലിൽ നോക്കുകയാണെങ്കിൽ ഭാരതത്തിന് വേണ്ട, അല്ലെങ്കിൽ എൻ്റെ പ്രതീക്ഷ ഈ ഏരിയകളിൽ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു മത്സരത്തിൻ്റെ കാര്യം, അതിപ്പോൾ പലരും ചർച്ച ചെയ്യുമ്പോൾ ഒരു ആർക്കും ഒരു പിടിയില്ലാത്ത ഒരു കാര്യമാണ്. ഇന്ത്യ ചൈനയെ ലക്ഷ്യം വെച്ചിട്ടില്ല. ഇന്ത്യ 3ാം സ്ഥാനം ലക്ഷ്യം വയ്ക്കുമ്പോൾ അത് ചൈന വരുന്നില്ല. പക്ഷേ ഈ ഒരു 3ാം സ്ഥാനത്തിലേക്കുള്ള ദൂരം എത്ര കാലം കൊണ്ടായിരിക്കും ഈ രാജ്യം അച്ചീവ് ചെയ്യാൻ പോകുന്നത്? 2 രീതിയിലാണ്. ഈ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ ഈ പറയുന്ന ഒരു ഡൗൺഗ്രേഡ് ചെയ്യുന്ന ഇതും ഭാരതത്തിന്റെ മുന്നോട്ട് പോകും. ഈ 2 ബാലൻസ് ചെയ്താണ് നമുക്കൊരു 3rd പ്ലേസ് എന്നുള്ളത് പറയുന്നത്. ഞാൻ അങ്ങനെ ഒരു 3rd പ്ലേസിൽ വലിയ 3ാം സ്ഥാനം കിട്ടി എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബ്രോൺസ് മെഡൽ കിട്ടി എന്ന് പറയുന്നതിലല്ല ഞാൻ നോക്കുന്നത്. എൻ്റെ കോൺസെപ്റ്റിൽ ഞാൻ കാണുന്നത് ലോകരാഷ്ട്രങ്ങളിൽ വളരെ റെലവൻ്റ് ആയിട്ടുള്ളൊരു നേഷൻ, ആ 1, 2, 3 എന്നുള്ളൊരു പൊസിഷനിൽ ഞാൻ അങ്ങനെ ഒരു എക്സൈറ്റഡ് ആകുന്ന ഒരാളല്ല. പക്ഷേ എൻ്റെ രാഷ്ട്രത്തിന് ഈ പറയുന്ന കാര്യങ്ങളിൽ ലോകത്ത് ആളുകൾ ഉറ്റുനോക്കുന്ന, അംഗീകരിക്കുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു യഥാർത്ഥമായിട്ടുള്ള കാര്യം. അല്ലാതെ പണ്ടത്തെ പോലെ വളരെ ഒരു സബ്സർവൻ്റ് ആയിട്ട് ഒരു പുഷ് ഓവറായിട്ട് ചെയ്യുന്ന രീതിയല്ല. അതിലാണ് അതിൻ്റെ കാര്യം. അപ്പോൾ 3ാമത്തെ ലോകരാഷ്ട്രമായിട്ട് GDP വന്നു എന്ന് പറയുന്നത്, GDP നമ്പേഴ്സ് എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിൾ ആണ്. ഒരാൾ താഴോട്ട് പോയാൽ നമ്മൾ അടുത്ത സ്റ്റേജിലോട്ട് കയറും. എൻ്റെ മെഷർ അതല്ല. എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇന്നത്തെ പോലെ ഇപ്പോൾ ഈ പറയുന്ന അമേരിക്ക ഉള്ള രാഷ്ട്രങ്ങൾ എന്തെല്ലാം പറഞ്ഞാലും ഭാരതത്തിനെ കാണുന്നത് ഒരു വലിയ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ട്. കാരണം ഈ നമ്മൾ നേരത്തെ ഒരു ചർച്ചകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതായത് ട്രംപിന്റെ ഗവൺമെന്റിൽ ഒരു വലിയ തോതിലുള്ള പ്രോ ഇന്ത്യ ആളുകളാണ് വന്നിരിക്കുന്നത്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മുതൽ താഴോട്ടുള്ള ആ ടീമിൽ. അപ്പൊ നാച്ചുറലി അതിൽ നിന്ന് എന്താ കാണുന്നത്? നമുക്ക് ഭാരതം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ അവരുടെ ഇൻഡസ്ട്രി, ഈ ഗവൺമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി നോക്കിയാൽ കഴിഞ്ഞാൽ തന്നെയും സത്യനാഥല്ല, സുന്ദർ പിച്ച, ഇങ്ങനെയുള്ള ഒരു നിര ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആളുകളാണ് ഇത് നയിക്കുന്നത്. അപ്പോൾ ഭാരതവുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ കോർഡിയലായിരിക്കും. അത് നമ്മുടെ വ്യാപാരത്തിന് സഹായിക്കും. ഇന്ന് ഈ ബോർഡർ ഡിസ്പ്യൂട്ട് അല്ല ഒരു മേജർ കാര്യം. ട്രേഡ് ഇസ് വാർ. നമ്മൾ കഴിഞ്ഞ ഒരുപാട് പ്രാവശ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ട്രേഡിൽ നമുക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടാകും, കൂടുതൽ പാർട്ട്നേഴ്സ് ഉണ്ടാകും. ഈ WTO ഓർഗനൈസേഷൻസിനെ മാറ്റി നിർത്തി ഇൻഡിവിജ്വലായിട്ട് നമ്മൾ ഓരോരുത്തരുമായിട്ട് ട്രേഡ് എഗ്രിമെന്റ്സിൽ എൻ്റർ ചെയ്യും. അതുകൊണ്ട് പ്രൊഡക്ഷൻ കൂടുതലാകുകയും അതിൻ്റെ എക്കോണമിയിൽ അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവുകയും ചെയ്യും. അതിനങ്ങനെ ഒരു GDP ഗ്രോത്ത് ഉണ്ടാവും. നമ്പർ 3 പൊസിഷൻ ഇസ് ഓൺലി ഒരു എന്താ പറയുന്നത്, ഒരു ടോക്കണായിട്ട് നമുക്ക് പറയാം. വേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ എനിക്ക് അത് ഇമ്പോർട്ടൻ്റ് അല്ല. ഇത് വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ്. നമ്പർ 3 ആകണം. ഇത് ഈ പൊളിറ്റിക്കൽ നറേറ്റീവിൽ പറയുമ്പോൾ അതൊരു ഒരു എന്താ പറയുന്ന ഒരു മൈൽ സ്റ്റോൺ എത്തണം. അപ്പൊ അതിനൊരു നിശ്ചയദാർഢ്യം. ഇപ്പൊ $5 trillion എക്കോണമി, $10 trillion എക്കോണമി എന്നൊക്കെ പറയുന്നത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള ഒരു
ഒരു ഊർജം നൽകുന്നതിന് വേണ്ടി പറയുന്നു എന്നുള്ളത്. ഇപ്പോഴും ഒരു കൺസേൺ ആയിട്ട് നിൽക്കുന്നത് പലരും പറയുന്നത് ഈ അഗ്രികൾച്ചർ പ്രൊഡക്ഷനാണ്. ഈ റൂറൽ ഡിമാൻഡ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം നമ്മളെ വേട്ടയാടുന്ന ഒരു പണപ്പെരുപ്പം അല്ലെങ്കിൽ വിലക്കയറ്റം ഇതൊക്കെയാണ്. ഇത് കാർഷിക വ്യവസ്ഥ അല്ലെങ്കിൽ കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു വലിയ പദ്ധതിയുടെ ആവശ്യകതയല്ലേ ചൂണ്ടിക്കാട്ടുന്നത്? നിശ്ചയമായിട്ടും. കാരണം അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഒരു ഇതിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് പണം കൂടുതൽ കിട്ടുന്ന സർവീസ് സെക്ടർ ഒക്കെ ആണെങ്കിലും ഒരു റൂറൽ പോപ്പുലേഷനെ നിലനിർത്തുന്നത് അഗ്രികൾച്ചറൽ എക്കോണമി. അപ്പോൾ എന്തുകൊണ്ട് ഈ 70-75 വർഷം കഴിഞ്ഞപ്പോഴും നമ്മൾ ഈ അഗ്രികൾച്ചർ എക്കോണമി ഇപ്പോഴും പഴയതുപോലെ നിൽക്കുന്നു? ഫാർമർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും മറ്റേ പാണത്താരം അപ്പർ ബോഡിയും കാണിച്ച് നിൽക്കുന്ന കലപ്പ വീഴുന്ന കർഷകൻ എന്നൊക്കെ പറയുന്നത്. അതേസമയം US നോക്കുമ്പോൾ മറ്റേ കൗബോയ് തൊപ്പിയും കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ഫാർമർ എന്ന് പറയുന്ന ആ ഒരു സിംബോളിക് വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതിന് മേജറായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിന് ഫുഡ് പ്രോസസ്സിങ് ഒരു വലിയ ഭാഗമാണ്. കാരണം നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഒരുപാട് വിളകൾ നശിച്ചു പോയിട്ടുണ്ട്, പെരിഷബിൾ ആണ്. പിന്നെ ഈ പറയുന്ന ഇന്റർമീഡിയറീസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഈ ഫാം ലോസ് കൊണ്ടുവന്നത്. അപ്പം ഇതിനിടയിൽ 10,000 കോടി രൂപ ഉണ്ടാക്കുന്ന ഇടനിലക്കാരും പിന്നെ ബാക്കിയുള്ള ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകളും വിദേശ ശക്തികളും എല്ലാവരും കൂടെ ചേർന്ന് ഇതിനെ ഒരു തകിടം മറിച്ചു. അപ്പം അതിന് ശക്തിയില്ലേ മോദി സർക്കാർ എന്നൊക്കെ ചോദിക്കാമെങ്കിലും, ഇതൊക്കെ ചോദിക്കുമെങ്കിലും അതൊക്കെ ഡിബേറ്റിൽ കൊള്ളാമെങ്കിലും, പക്ഷെ ഒരു 75 ഇയേഴ്സ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം പെട്ടെന്ന് മറിച്ചിടാൻ പറ്റില്ല, മാറ്റി എഴുതാൻ പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഫാം ലോസിന്റെ ഇതിൽ നിന്ന് കണ്ടത്. അപ്പോൾ ഒരു കൾച്ചറൽ ചേഞ്ച് വേണം. അപ്പൊ അതിനു വേണ്ടിയാണ് ഗതിശക്തി എന്നുള്ളതും മറ്റുള്ള എല്ലാ ടൈപ്പ്. അപ്പം കോൾഡ് റൂംസ് ഉണ്ടാക്കുന്നു, അതിനൊക്കെ ഒരുപാട് ഇനീഷ്യേറ്റീവ്സ് അതിനുവേണ്ടി. കോൾഡ് ചെയിൻ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഈ റീഫ് ഇതുള്ള ശീതീകരിച്ച ട്രെയിനുകൾ വരെ ഉണ്ടാക്കുന്ന എഫേർട്ട് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു. അപ്പം ഈ ഫാം ടു ഫോർക്ക് എന്ന് പറയുന്ന ആ ഒരു ചെയിനിൽ ഇത്രയും ഇന്റർവെൻഷൻസ് ഉണ്ടായാൽ മാത്രമേ ആ ഫാർമറിന് ഡ്യൂ കിട്ടുകയുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്സ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2 സർക്കാരിൻ്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട്. മീനിങ് ഫുൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഒരു പക്ഷേ ഇനി അനദർ 10-15 ഇയേഴ്സ് കൊണ്ട് ഒരു ലെവലിലേക്ക് എത്തുള്ളൂ. പക്ഷെ മെക്കനൈസേഷൻ ഉണ്ട്, ഫാമിൻ്റെ നമ്മൾ ഈ ക്ലൈമറ്റുമായിട്ട് മല്ലിക്കുന്ന പല കാര്യങ്ങളുണ്ട് അവരുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അഗ്രികൾച്ചർ സെക്ടറിനെ മോഡേണൈസ് ചെയ്യുക, ഈ സ്കില്ലിങ്. ഇപ്പം പലരും അവിടെ നിന്ന് ഈ നോർത്തിൽ പോലും പല ആളുകളും ഈ കൃഷിയിൽ നിന്ന് മാറി ടൗണുകളിലേക്കും മറ്റൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. കാരണം അവർക്ക് അതിനുള്ള പണം കിട്ടുന്നില്ല. അതിനൊക്കെയുള്ള ഒരു ഇനീഷ്യേറ്റീവ്സ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ഒരു പക്ഷേ another 10-15 ഇയേഴ്സ് മുന്നോട്ട് പോയാലും നമ്മൾ വിചാരിക്കുന്ന ആ ലെവലിൽ എത്തുള്ളൂ. പക്ഷെ എഫർട്ട് ഇസ് ഗുഡ്. അല്ലെങ്കിൽ ആ നടത്തുന്ന പ്രോസസ്സും പോളിസി ഇന്റർവെൻഷൻസും നല്ലതാണ്. പക്ഷെ നമ്മുടെ ഒരു ബൈ നേച്ചർ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് പിറ്റേ ദിവസം 200 എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ഗവർണൻസ് അല്ല നമ്മുടേത്. നമ്മൾ കുറെ കൂടെ ഡെമോക്രാറ്റിക് ആണ്. ഇപ്പോൾ വഖഫിന്റെ കാര്യം ആലോചിച്ചു. അപ്പോൾ അതിനൊരു JPC ഉണ്ടാക്കി, ഇതുണ്ടാക്കി, അതിനൊരു മെജോറിറ്റി കൺസെൻസസ് ഉണ്ടാക്കി, വേണ്ട ചേഞ്ചസ് ഉണ്ടാക്കി. അങ്ങനെ ഭരിക്കുന്ന ഒരു രാഷ്ട്രത്തിന് നാച്ചുറലി ഈ പറയുന്ന ചേഞ്ചസും അങ്ങനെ ഒരു റാഡിക്കലായിട്ട് ഉണ്ടാകില്ല. ഒരു പക്ഷെ അത് തന്നെയാണ് വേണ്ടത്. പക്ഷെ ഒരു കണ്ടിന്യൂസ് എഫേർട്ട് ഇന്ന് അതിനു വേണ്ടി നടക്കുന്നുണ്ട്. അതിനുള്ള ചേഞ്ചസ് നമുക്ക് വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അതിന് നമ്പേഴ്സ് ഇപ്പോൾ ഇന്ത്യയിലില്ല, എന്നാലും എനിക്ക് തോന്നുന്നു അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. ഈ അവസാനമായിട്ട് നമ്മൾ പലപ്പോഴും ഒരു 2-3 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ബഡ്ജറ്റ് പ്രതീക്ഷയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് വിഭവ സമാഹരണം, ഈ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. ഇതൊക്കെ വലിയ ചർച്ചയായിരുന്നു. പക്ഷെ ഇപ്പോഴതൊക്കെ ഇറലവൻ്റായി മാറിക്കഴിഞ്ഞു. അല്ല, എനിക്ക് തോന്നുന്നില്ല അതൊരു ബാക്ക് ബേണറിലായി എന്ന് തോന്നുന്നില്ല. പക്ഷെ അതിനൊരു ഈ പറയുന്ന ഒരു സക്സസ്
അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ടായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഗവൺമെന്റ് മനസ്സിലാക്കി അതിനൊരു ഫ്ലാഗ്ഷിപ്പ് ഒരു കാര്യമായിട്ടില്ല. ഡെഫിനറ്റ് ആയിട്ടും ഒരു പബ്ലിക് സെക്ടറിലുള്ള എക്സിറ്റോ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷനോ ഒക്കെ ഒരു 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 ഘട്ടം ഘട്ടമായിട്ട് നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. അതൊരു പോളിസിയുടെ പാർട്ടാണ്. ഈ ഗവൺമെന്റ് തുടക്കം മുതലേ പറഞ്ഞിരിക്കുന്നു മിനിമം ഗവൺമെന്റ് മാക്സിമം ഗവേണൻസ്. അങ്ങനെ പറയുമ്പോൾ നാച്ചുറലി ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന്റെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ വിറ്റുകളയുക എന്ന് പറയുന്നത് അല്ല. അവിടെ പബ്ലിക് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഒരു ഷെയർ വാങ്ങിച്ച് വയ്ക്കുമ്പോൾ അപ്പം കൂടുതൽ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ അവിടെ നടത്തുന്നത്, കൂടുതൽ ജനകീയമാകുക. ആ ജനകീയമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഡെഫിനറ്റ് ആയിട്ടും മാറും, വൈബിൾ ആയിട്ട് നടക്കാൻ. കാരണം ഈ ഗവൺമെന്റ് സെറ്റപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് ക്രമക്കേടുകളും അഴിമതികളും അല്ലെങ്കിൽ ഈ പറയുന്ന കെടുകാര്യസ്ഥതയൊക്കെ മാറ്റാൻ ഒക്കുന്ന പ്രൈവറ്റ് ഒരു സെക്ടറിൽ തന്നെയാണ്. അപ്പൊ അതിൻ്റെ ഒരു ബെനിഫിറ്റും ഈ ഗവൺമെന്റിനുള്ള ഇതും അതൊരു വിഭവസമാരണമായിട്ട് കണ്ടിന്യൂ ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നു ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയിരിക്കുന്നു, അതായിരിക്കാം ഈ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും. കാരണം ഈ പറയുന്ന പോലെ ഇത് മറ്റേ അങ്ങോട്ട് ഏക്കുന്നില്ല. ഒരു കാര്യം ഇപ്പം സ്റ്റോക്ക് മാർക്കറ്റ് കൂടുകയും കുറയും ചെയ്യുന്നത് പല റീസൺസും കൊണ്ടാണ്. അല്ലാതെ നിർമ്മല സീതാരാമൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോളിസി ഡിസിഷനിലല്ല. പോളിസി ഡിസിഷൻ വരുമ്പോൾ ഒരു നീചർക്ക് ഉണ്ടാവും, പിന്നെ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പം LICയുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായി 5% ഇത് ചെയ്തുള്ളൂ, മാക്സിമം മോപ്പപ്പ് ചെയ്തു. അതിന്ന് ഇന്നും ഏതാണ്ട് ആ ഇഷ്യൂ പ്രൈസിനടുത്ത് തന്നെയാണ് അത് ഹോവർ ചെയ്യുന്നത്. ഇത് ഒരുപാട് താഴെ പോയി പിന്നെയും തിരിച്ചു വന്നു. ഇപ്പോഴും ആ പറയുന്ന LIC പോലുള്ള ഒരു ഓർഗനൈസേഷന്റെ ഷെയർസ് ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. ഇതൊക്കെയാണ് പുതിയ പ്രതീക്ഷകൾ. അതായത് ബഡ്ജറ്റ് പഴയതുപോലെയല്ല, ബഡ്ജറ്റിനെ നോക്കിക്കാണുന്ന വിധം പഴയതുപോലെയല്ല. ഒരു രാഷ്ട്ര നിർമ്മാണം എന്ന രീതിയിലേക്ക് ഈ ബഡ്ജറ്റിന്റെ പ്രോസസ്സ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമസ്കാരം. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.